ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. നെവിന് ബിഗ് ബോസ് കൊടുത്ത മരുന്ന് ഒരു ബിസിനസ്സുകാരനാവാനുള്ള മരുന്നായിരുന്നു. ബിഗ് ബോസ് വീട് വാങ്ങിക്കാനായിട്ട് വരുന്ന ബിസിനസ്സുകാരൻ. അപ്പോ എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ലൈവ് ഇത്തിരി അലപ്പറയൊക്കെ ആയിരുന്നു, പക്ഷെ മികച്ച രീതിയിൽ തന്നെ എല്ലാവരും അഭിനയിച്ചതായിട്ട് തോന്നി. പ്രത്യേകിച്ച് അക്ബറും ഷാനവാസും അനീഷും ഒക്കെ എല്ലാവരും തകർത്ത് അഭിനയിക്കുന്ന കാഴ്ചയായിരുന്നു. ആര്യൻ വീടൊക്കെ ചുറ്റി നടന്ന് കൊണ്ടുപോയി കാണിച്ചു, വാഷ്റൂമും എല്ലാം കൊണ്ടുവന്ന് കാണിച്ചു. അനുമോൾ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു വാഷ്റൂം കഴുകാനൊന്നും ആളില്ല, വാഷ്റൂം കഴുകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ കിച്ചണില് ഡ്യൂട്ടി ഒന്നും ചെയ്തിട്ടില്ല, കഴുകിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഓരോ നെവിന്റെ മൈൻഡിലൊക്കെ പോകുന്നത് എന്തായിരിക്കും, മെയിൻ്റനൻസ് സ്റ്റാഫ് ആണ്, അങ്ങനെയൊക്കെ പോകാനായിട്ട് അനുമോൾ കൊച്ചിരി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊക്കെ അഭിനയിച്ചു. പിന്നെ നൂറ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അഭിനയിച്ചു. അങ്ങനെ എല്ലാവരും തകർത്ത് അഭിനയിച്ചു. നെവിന് ഒരുവിധം ഈ ഒരു ആൻസർ കിട്ടി. അത്രയും തകർത്ത് അഭിനയിച്ചിട്ട് നെവിന് ആൻസർ ഏകദേശം കിട്ടി. ഇതൊരു ഗുണ്ടാ വിളയാട്ടം നടക്കുന്ന ഒരു ഗുണ്ടാ സങ്കേതം, അവിടേക്ക് വരുന്ന ഒരു കോടീശ്വരനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ, അത് വീട് വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി വരുന്ന ഒരാളാണ്. അപ്പൊ ഇവർക്ക് വീട് വിൽക്കണമെന്നുണ്ട്, വീട് വിൽക്കണ്ടെന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ ഒരു ഗുണ്ടായിസം പോലെ കാണിക്കുന്നു എന്നാണ് നിവിൻ പറഞ്ഞത്. പക്ഷെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട് വാങ്ങിക്കാനായിട്ട് വരുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ്, ഇതായിരുന്നു അവർക്ക് കൊടുത്തിരുന്ന ആ ഒരു അടിക്കുറിപ്പ്. അപ്പോ നല്ല രീതിയിൽ തന്നെ എല്ലാവരും അഭിനയിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നെവിൻ തിരിഞ്ഞും മറിഞ്ഞും തലങ്ങും വലതും കിടന്ന് ആലോചിക്കുന്നതായിട്ടൊക്കെ ലൈവിനകത്ത് കണ്ടിരുന്നു. പിന്നെ എനിക്ക് ഫുഡ് കിട്ടുമോ, ജ്യൂസ് കിട്ടുമോ എന്നൊക്കെ നെവിൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ആട്ടുകയാണ് പാവത്തിന്, ലിറ്ററലി ഇട്ട് ആട്ടുകയാണ്. നിനക്കെന്തിനു ഞാൻ ഫുഡ് തരണം, നീ പോടാ, ഇറങ്ങിപ്പോടാ, വണ്ടി വിടടാ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ നെവിനെ ഇങ്ങനെ ഈ രീതിയിൽ വട്ടാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അടിപൊളിയായിരുന്നു കേട്ടോ. ഈ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചു. ഇത് ഞങ്ങളുടെ ഏരിയ ആണ്, ഞങ്ങളുടെ ഏരിയ വന്നിട്ട് നീ ഷോ കാണിച്ച, നീ ഇവിടുന്ന് കൈയും കാലുമായിട്ട് പോച്ചലെന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് കൊള്ളാൻ, ഷാനവാസ് ക്യാരക്ടർ പിടിച്ച് ചെയ്തു, അനുമോളും ക്യാരക്ടർ പിടിച്ച് ചെയ്തു. എല്ലാവരും തന്നെ ക്യാരക്ടർ പിടിച്ച് ചെയ്ത പോലെ തോന്നി. നെവിനും നല്ല രീതിയിൽ തന്നെ അത് ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ചു കേട്ടോ. അത്രയൊക്കെ ബുദ്ധി നെവിൻ ഉണ്ടായിരുന്നു എന്ന് ഉള്ളതാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.